നിങ്ങൾ ടീംസ് ഉണ്ട് ഇവിടെ. ബിയോ ബി. അയ്യോ ഞാൻ ബി പോന്നു. എല്ലാരും ഇതിലേ ഓടുന്നേ നോക്കട്ടെ. ഞാൻ ആ പുറകെ ഓടുന്നേ. എന്റെ സ്ഥലത്ത് ആരും കയറി ഇരുന്നേക്കരുതേ. ഗോകുലൊക്കെ അവിടെ കിടന്ന് എഴയുവാണല്ലോ. എന്റെ ഗോകുലേ. ഓ എന്റെ സംഗീതം അതിന്റെ ഉള്ളിൽ സ്നൈപ്പറിന്റെ വേണ്ടേ? വേറെ ആരെങ്കിലും ചട്ടിക്കകത്ത് കയറിയിരുന്നല്ലായി. കണ്ടോ കണ്ടോ കണ്ടോ, എല്ലാവർക്കും എന്നെ എങ്ങനെങ്കിലും കളിയാക്കണം. എന്നിട്ട് കളി ഏൽപ്പിക്കുന്നതോ ഞാനും. താഴെയാള് താഴെയാള് ഗോകുൽ ഈ സൈഡിൽ വരും, ആ സൈഡിൽ വരും. ഗോകുൽ അവിടെ നിൽക്ക്, സൈഡിൽ വരും, ആ സൈഡിൽ വരും. ഏ സൈഡിന്ന് ഗോകുൽ ഇപ്പൊ വരുവാ, ഇപ്പൊ വരുവാ. ഇരിക്കണം, ഇരുന്നോ. ഗോകുലിന്റെ ബാക്ക് ഞാൻ കവർ ചെയ്തോളാം. ഒരേ പൊസിഷനിൽ നിൽക്കില്ല, അവിടുന്ന് മാറി കളിക്കണേ. യെസ് ഓഫ് കോഴ്സ്. അങ്ങനെ മാറാനൊന്നും അറിയത്തില്ല, എന്നാലും മാറാം. ഓക്കെ. അങ്ങനല്ല, വെച്ചു. ഗോകുലെ പോയി കളി ഏൽപ്പിക്കും. പോ, ഞാൻ പുറകെ വരാം. ഇതാണോ ബാക്ക്? ആരെയോ ബലിയാടാക്കി വേറെ. ഗോകുല് മരിച്ചു. വീണു. ആരും ഒരു പ്രതീക്ഷയും വെക്കണ്ട കേട്ടോ. വെറുതെ ഇതിന്റെ പ്രതീക്ഷ ഒന്നും വെക്കാൻ പാടില്ല. കയ്യില് വേറെ സാധനമായി പോയില്ലേ? ആണ്ടേ രണ്ടിടി ഒരു കുത്ത്. ഇതൊരു മാതിരി ഞാൻ എയിലോട്ട് പോവാ കേട്ടോ. ഞാൻ ഏതേലും വഴിയെ പോവാ. ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യൂല, പോസ്റ്റ് ചെയ്യൂല. അത് ഉറപ്പാ. ഞാൻ എയിലാണ്. ബാക്കിലാണോ? മതി മതി, അത് തന്നെ പറഞ്ഞോണ്ടിരിക്കട്ടെ കേട്ടോ. ഓളെ ഞാൻ കൊല്ലട്ടെ. ഇവളെന്നെ ഇടിച്ചു കൊന്നവളാ. 1 ഡൗണേ. എവിടെയാ? അതിന്റെ മേലെ, അതിന്റെ മേലെ ജോ, അതിന്റെ മേലെ, അതിന്റെ മേലെ, നേരെ മേലെ. ചെകുത്താന്റെ കുപ്പായോട്ടെ. എവിടെയാണ്? ഇതിന്റെ മേലെ. പുറത്തേക്ക് നോക്കും. നേരെ മുന്നിക്കോ. എല്ലാരും ആളും കൊണ്ടുള്ളൂ ഞാടെ. ഞാൻ ബലിയാടാവാ, നിങ്ങൾ കണ്ടുപിടിക്കേ. ബോംബ് എവിടെയോ ഡ്രോപ്പ് ആയല്ലോ. നായ്ക്കുട്ടനില്ലേ പറഞ്ഞൂടെ? ഇതിലെവിടുന്ന് നായ്ക്കൂട്ടനെ കിട്ടാനാ എന്റെ തെക്കൻ ചേട്ടാ? ആ ബോംബ് ഇതിന്റെ മേലെയാണ്. ഞാൻ ബോംബിന് കാവൽ നിൽക്കാം. ആ ഇതല്ലേ ചെകുത്താൻ കിടക്കുന്നു. ചെകുത്താന്റെ വേഷം കണ്ട പിന്നെ എല്ലാരും ചെകുത്താനാ. പക്ഷെ അത് ചെകുത്താനല്ല, ചെകുത്താന്റെ വേഷം ഇട്ട ഒരാൾ മാത്രത്ത്. എവിടെ പോയടാ? നാട് വിട്ടോ? നാട് വീണു പോയി. ഞാൻ കണ്ടു കേട്ടോ. ജോയിക്കറടി കിട്ടിയല്ലോ. ആന്റീന്റെ നാട് എവിടെ പറഞ്ഞേ? കണ്ണൂര്. കണ്ണൂര് കണ്ണൂരത്തെ വർത്താനം ഒന്നും കേൾക്കാൻ പറ്റൂല, പക്ഷെ ഞാൻ കണ്ണൂരാ. എങ്ങിട്ടാ പോണേ? വെച്ചു പിടിക്കുന്നുണ്ട്. അയ്യോ തണ്ടർഫെയർ ഇറങ്ങിപ്പോയി. അതെന്താ പറ്റിയേ? കണ്ണൂരാന്ന് പറഞ്ഞ ഞാൻ ബോംബിട്ട് കൊല്ലുന്ന് വിചാരിച്ചാണോ? സ്ഥലവും കണ്ണൂർ തന്നെയാണോ? അതെ അതെ, ഞങ്ങൾ അടുത്തടുത്താണ്. വെറും 4 കിലോമീറ്റർ ദൂരം മാത്രം. അങ്ങനെ പറ.
അങ്ങനെ സംഭവിച്ചു പോയി. സംബടിനെ വളർത്തിയെടുത്തു. ഇവിടെ കിടപ്പുണ്ട്. എന്റെ പുറകിലാണ് ആരേലും ഉണ്ട് ഇവിടെ. എനിവൺ ദേർ. എവിടെയാന്ന് പറ. എവിടെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ചത്തു കിടക്കുന്നു. അയ്യോ, ഞാൻ കൊല്ലുവാണോ ഇത്? എന്നെയല്ലേ കൊന്നേ? എന്റെ കസിൻ ബ്രദറിന്റെ വൈഫ് ഹൗസ് കണ്ണൂരാ. ആണോ? കണ്ണൂർ എവിടെയാന്ന് അറിയോ? താണ. ആ, താണ. കണ്ണൂര് തന്നെ. ഞങ്ങള് കണ്ണൂരിൽ നിന്ന് വീണ്ടും ഒരു 60 കിലോമീറ്റർ ഉള്ളിലാണ് ഇതൊക്കെ ചേട്ടാ. കാട്ടിലാ. അനിയത്തിന്റെ വൈഫ് കണ്ണൂരിനാ? കണരല്ല കേട്ടോ, അവിടെ കണ്ണൂർ. പോയപ്പോ തന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പണ്ട് കണ്ണൂര് വന്നു കേട്ടോ. കണ്ണൂര് വന്നപ്പോഴത്തേക്ക് ആ സ്റ്റേഡിയത്തിന്റെ അടുത്ത് കുറെ തട്ടുകടകളുണ്ടായിരുന്നു. കടകളുണ്ടാവും. ആ, അവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ടൊരു പേര് കേൾക്കുന്നത്. ആ, നിങ്ങളുടെ നാട്ടിൽ പറയാൻ പറ്റാത്ത പേരാ? അല്ല, ഓ അത് കടയിൽ പോയി എല്ലാം പച്ചക്ക് എഴുതി വെച്ചേക്കായി. ഇതല്ല, ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇല്ലിക്കായി. ഞാൻ ആദ്യം അതിശയിച്ചു. കല്ലുമ്മക്കായ അറിയില്ല എനിക്ക്. ഇല്ലിന്റെ പുറത്ത് കായോ? അതെന്ത് സാധനമാണ്? കറക്റ്റ് ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു നിങ്ങള്. കണ്ണൂര് പോയ കഥയും പറഞ്ഞ് കളി തോപ്പിച്ചു. നിങ്ങക്ക് കല്ലുമ്മക്കായി ഇല്ലേ? സംഭവം മനസ്സിലായി എനിക്ക്. ലാസ്റ്റ് ഞാൻ അവിടെ പോയി ചോദിച്ചു, കണ്ടുപിടിച്ചു. നിങ്ങക്ക് അവിടെ ഇപ്പൊ കല്ലുമ്മക്കായി ഇല്ലേ? ഇവിടെ കക്ക, ചിട്ടി കടലിൽ കിടക്കുന്ന ചിട്ടി. പിന്നെ കക്കയാണ്. ഓക്കെ. അതേപോലെ തൃശ്ശൂര് പോയപ്പോഴത്തേക്കാണ് ഒരിക്കൽ കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്ക് ഒരാളില് എന്ത് കഴിക്കാണ്ടെന്ന് പറഞ്ഞപ്പോ കൊള്ളിയുണ്ട്. ഞാൻ കടയിൽ ഇറങ്ങിപ്പോ അങ്ങനെ ചോദിക്കാൻ എന്ത് പറ്റിയിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെ കഴിക്കാനില്ലേക്കൊണ്ടേക്ക് അത് പറഞ്ഞാൽ പോരെ. ഓ, എല്ലാരും ബി സൈഡിൽ നിന്ന് വരുന്നുണ്ടേ. 3 പേര് ബി സൈഡിൽ നിന്ന് വരുന്നുണ്ടേ. അടിച്ചോ. ഈ എന്റെ ജോയെ ഇച്ച എല്ലാരും 7 ഉള്ളിൽ കൂടെ വരുന്നുണ്ടേ. അടി പുറകിൽ നിന്നോട്ട് ചെകുത്താൻ വരുന്നു. അടി. ഇനി 7 ഉള്ളിൽ നിന്ന് വരും. അതിനെന്ത് ഗണ്ണ് നോക്കരുത്. പിന്നെ ഗണ്ണൊക്കെ നോക്കിയിട്ടാ ഫയർ ആന്റി ഫയറങ്ങളൊക്കെ കളിക്കുന്നത്. ഏതാ കളി? കളി ഞാൻ വീണു. ചത്തപോലെ കടക്കിച്ച വേഗം. അടി അടിക്കണ്ട. ഓ, മൈനിട്ട് വെച്ചേക്കോ കള്ളൻ. നിക്കുന്നതിന്റെ വട്ടത്തിന് മൈനിട്ട് വെക്കും. ഫയർ ആംഗിളിന്റെ ഫയർ ആംഗിൾ ആയി പോയി. സോറിയേ, ഫയർ ആംഗിളിന്റെ പൊളിക്കളി. ഇതെന്തോ ഈ അറബിയിലിടുമ്പോ എനിക്ക് മലയാളം ഇംഗ്ലീഷൊന്നും അറിഞ്ഞൂടാ. കം ടു ദുബായ്. ദുബായി പോയി മടിപ്പിടിക്കുകയാണ്. അതെന്തിനാ അവിടെ സ്മോക്ക് ഇട്ട് കൊടുത്ത് അവര് വന്ന് ഇത് ചെയ്യൂലേ? എനിക്ക് മറ്റേ സാധനം ഉണ്ടല്ലോ മുളമോ. എന്ത് സാധനം? അണ്ടി വരുന്നു. അടി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. അതെന്താ? 4 സെക്കൻഡല്ലേ ഉള്ളൂ. ഡാർക്ക് കളിക്കാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ട ബുദ്ധിക്കുള്ള കളിയാ. ജയിപ്പിച്ചിട്ടുണ്ടേ. പ്രസക്തി ഇല്ല കേട്ടോ. കളി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അലാറായിട്ട് പോയത് കേട്ടില്ലേ? ഗോകുല് ഗെയിമിൽ ഉണ്ടെന്നേ ഉള്ളു, കളിക്കാനില്ലാട്ടാ. ഉണ്ടല്ലോ, ഗോകുൽ ആരെയും കൊന്നു.
ഞാൻ ബിന്ന് ആരെങ്കിലും വന്നാ പറയാം. ഗോകുല് കൊണ്ട് അപ്പൊ ബിയിലോട്ട് പോവാ. ഇവനെനിക്ക് എന്നാ ചെയ്യണ്ടേ? ഒരാളെ ഇട്ടിട്ടുണ്ട്. ഗോകുല് ഒരാളെ ഇട്ടു. ഇനി രണ്ടുപേരും രണ്ടാളെ കൂടെ ഇട്ടിട്ടുണ്ട്. ഉള്ളൂ. ഞാൻ ഇപ്പൊ ഒരാളും കൂടെ ഇട്ടു. ഉള്ളൂ. നീ അവിടെ വെച്ച് എന്നാലും തണ്ടർ ഫയർ എന്തിനാ? ഞാൻ എവിടുന്നാന്ന് ചോദിച്ചു. കണ്ണൂരാന്ന് പറഞ്ഞ അവിടെ തണ്ടർ ഫയർ ആ വഴിക്ക് പോയി. പ്രായമായി മരങ്ങള്. മാത്രമായിരുന്നു MVP ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറ്റി എല്ലാരും മൈനിട്ട് കൊല്ലുവാ. ആയിക്കോട്ടെ. ഇതോ അപ്പൊ ഇതോ അത് ഒരു വെടിയുടെ പുറകെ അടുത്ത വെടി.